ഹായ്, എല്ലാവർക്കും നമസ്കാരം. പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തസ്രാക്ക് എന്ന പേര് കേട്ടാൽ പലർക്കും പെട്ടെന്ന് അറിയില്ല. എങ്കിലും ഖസാക്കിന്റെ ഇതിഹാസം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം. അത് ഖസാക്കിന്റെ ഇതിഹാസം മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ്. അതുപോലെ തന്നെ അതെഴുതിയത് മലയാളത്തിന്റെ സാഹിത്യകാരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ആയിരുന്ന OV വിജയൻ സാറാണ്. അദ്ദേഹം പാലക്കാടിന്റെ ഒരു തനത് ഗ്രാമമായ തസ്രാക്കിലെത്തുകയും അവിടെ അദ്ദേഹത്തിന്റെ ഒരുപാട് കാലഘട്ടം എഴുത്തിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, നല്ലൊരു ചിന്തകനും കാർട്ടൂണിസ്റ്റും എല്ലാമായിരുന്നെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തസ്രാക്കിലെ ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്ന അത് നമുക്ക് കാണാൻ പോകുന്നതാണ്. ഞാൻ പല ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളും അത്രമാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പല ജില്ലകളിലും ഒരുപാട് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ, അതുപോലെ തന്നെ കർണാടകയിലും ആന്ധ്രയിലും, പിന്നെ നോർത്ത് ഇന്ത്യയിലെ വലിയ വലിയ സിറ്റികളിലെയും ഗ്രാമങ്ങളിലൂടെയും വനമേഖലയിലൂടെയും എല്ലാം യാത്ര ചെയ്യാൻ, അത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് തന്നെ യാത്ര ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു ചുരുങ്ങിയ സമയത്ത് ഞാൻ വീണ്ടും പാലക്കാട് വന്നപ്പോൾ എനിക്ക് വലിയൊരു കൗതുകം തോന്നിയത് ഈ തസ്രാക്കിലൊന്ന് പോകണം. OV വിജയൻ സാർ എഴുതിയ പല കഥകളിലെയും നോവലുകളുടെയും കഥാപാത്രങ്ങൾ ജീവിച്ച ആ പ്രദേശങ്ങൾ നേരിട്ടൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു യാത്ര ഇങ്ങോട്ടെത്തിയത്. നമുക്കറിയാം OV അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കഥകളിലും നമുക്കറിയാം ഖസാക്കിന്റെ ഇതിഹാസമായാലും അതുപോലെ തന്നെ ഗുരുസാഗരമായാലും എല്ലാ പശ്ചാത്തലത്തിൽ പാലക്കാടൻ ഗ്രാമങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിച്ചേർത്ത ഓരോ വരികളിലൂടെയും കടന്നുപോയ ഓരോ ഗ്രാമത്തിന്റെ എല്ലാ ഹൃദയമിടിപ്പും നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാമെന്നുള്ളതാണ് ഈ പാലക്കാട് ഗ്രാമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഊട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന OV വിജയൻ മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം നോവലിസ്റ്റും കഥാകൃത്തും ചെറുകഥാകൃത്തും കാർട്ടൂണിസ്റ്റുമായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. മങ്കടയിൽ ജനിച്ച അദ്ദേഹം പിൽക്കാലത്ത് തസ്രാക്കിലെത്തുകയും ഇവിടത്തെ ഗ്രാമത്തിലെ ജീവിതവും അദ്ദേഹത്തിന്റെ പല ചെറുകഥകൾക്കും അതുപോലെ തന്നെ ലോകപ്രശസ്തമായ നോവലുകൾക്കെല്ലാം പശ്ചാത്തലമായിട്ടുണ്ട്. ചുരം കടന്നുവരുന്ന പാലക്കാടൻ കാറ്റ്, ചൂളം കുത്തുന്ന കരിമനക്കൂട്ടങ്ങൾ, ഇതെല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണ് തസ്രാക്ക്. ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നത് ഒരു വലിയ ആൽമരവും അതിനോട് ചേർന്ന് കരിമ്പനയുടെ ഓലകൾ കൊണ്ട് മേഞ്ഞ ഒരു കള്ളുഷാപ്പും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്ന പട്ടപ്പുര എന്ന് പറയുന്ന ആ ഓലമേഞ്ഞ കള്ളുഷാപ്പ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിന് പകരമായി സാധാരണ ഷീറ്റ് മേഞ്ഞ ഒരു കെട്ടിടം മാത്രമാണ് ഇവിടെ. എങ്കിലും ഈ ആൽമരത്തിന്റെ ഭംഗിയും അത് നൽകുന്ന തണലും എനിക്ക് ആസ്വദിക്കാൻ പറ്റി. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് തസ്രാക്കിലേക്കുള്ള വഴി. OV വിജയൻ സ്മാരകത്തിലേക്കുള്ള പ്രധാന കവാടമാണിത്. ഇവിടുത്തെ വഴിയമ്പലവും പ്രധാന കവാടവും കണ്ട് തൊട്ടടുത്തുള്ള ചായക്കടയിലെ ചൂടുള്ള പലഹാരവും കഴിച്ച് തസ്രാക്കിലെ OV വിജയൻ സ്മാരകത്തിലേക്ക് പോയി. OV വിജയൻ സ്മാരകം എന്നെഴുതി വലിയൊരു ഗേറ്റും ഒരു കമാനവും അതിനോട് ചേർന്ന് ഏതാനും പൂമരങ്ങളും ഒക്കെയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കൊച്ചുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണിയും ഖസാക്കിന്റെ ഇതിഹാസത്തിലെ അല്ലാപിച്ച മൗലവിയും മൈമൂനയും രവിയുമെല്ലാം എന്റെ മനസ്സിലേക്ക് കടന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ മുട്ടത്തുവർക്കി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം,
2001 പത്മശ്രീ പുരസ്കാരം എന്നീ ബഹുമതികളെല്ലാം നേടിയ ശ്രീ OV വിജയനെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിലവഴിച്ച ആ വീടിന്റെ ചുവരുകളിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ല മുഹൂർത്തങ്ങൾ, ഒരുപാട് പ്രമുഖ വ്യക്തികളോടൊപ്പമുള്ള ഫോട്ടോഗ്രാഫുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഹത്തായ കാർട്ടൂൺ ചിത്രങ്ങളുമെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമവും അവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങളും എത്രമാത്രം ശ്രീ OV വിജയനെയും അദ്ദേഹത്തിന്റെ സൃഷ്ടികളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പാലക്കാട് ടൗണിനോട് ചേർന്ന് ഒത്തിരി ഗ്രാമങ്ങൾ ഇവിടെ ഇന്നും അതിന്റെ തനിമയോടെ നിലനിൽക്കുന്നുണ്ട്. OV വിജയൻ സാറിന്റെ സ്മാരകവും ഈ ഗ്രാമവും കണ്ട് ഇഷ്ടമായവർ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും അറിയിക്കുക.